ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുട്ടിക്കുറുമ്പിന് കയ്യും കാലും വെച്ച സാധനത്തിനെ കണ്ടെന്നോ? ഇല്ലെങ്കിൽ ഇവിടെ വരി. ഇതാണിത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഒരുപാട് വാശി പിടിച്ച് നമ്മുടെ നിന്ന് പൈസയൊക്കെ ചിലവഴിപ്പിച്ചിട്ട് കളിപ്പാട്ടം വേണം പറഞ്ഞ് വാശി പിടിച്ച് നമ്മളൊക്കെ വാങ്ങിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വേണ്ട. പിന്നെ അവൻ്റെ സ്ഥിരം കളിപ്പാട്ടം എന്ന് പറയുന്നത് അടുക്കളയിൽ അവൻ്റെ കയ്യെത്തുന്ന ദൂരത്തുള്ള സാധനങ്ങളാണ്. നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങളാണെങ്കിലും അവ എടുത്തിട്ട് വരും. പിന്നെ അവൻ്റെ ഒരു കളിയാണ്. അതാണ് പിന്നെ അവൻ്റെ ഒരു ലോകം. അവൻ അങ്ങനെ ഇരുന്ന് കളിക്കും. അവൻ എന്താ കളിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അവൻ ടി വി കാണും ചെയ്യും, കളിക്കും ചെയ്യും, എല്ലാം ചെയ്യും. അവൻ തന്നെ സ്വയം ഇരുന്ന് കുക്ക് ചെയ്യും, അവൻ തന്നെ സെർവ് ചെയ്യും, അവൻ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടാവും. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പെറുപെറുന്നതിന് പറഞ്ഞിട്ടുള്ള കളിയാണ്. ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവുക പോലുമില്ല. ചിലപ്പോൾ കാണാൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടോ, ഇത് ടേസ്റ്റ് ഉണ്ടോ, അത് ടേസ്റ്റ് ഉണ്ടോ, ഇത് ടേസ്റ്റ് ഉണ്ടോ, സാധനമൊന്നും ഉണ്ടാവുമൊന്നുമില്ല. പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം, എന്നിട്ട് അഭിപ്രായം പറയണം. അതവന് നിർബന്ധമാണ്. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ബോറടിച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ അടുക്കളയ്ക്ക് വരും. ആ പാത്രം തരുമോ, ഈ പാത്രം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മളെ ഒന്നും കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതുമ്മ തന്നെ വരും. എന്നിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണതാണ്. ഇങ്ങനെ ആകുമ്പോഴുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്കുട്ടിയായിട്ട് വല്ലാണ്ട് അടി കൂടാനും വികൃതി അടിക്കാനും മല്ലടിക്കാനൊന്നും പോവില്ല.